ക്യാമറകൾ സൂം ചെയ്ത് അത് ആ നീളമുള്ളൊരു അസ്ഥി എടുത്തിരിക്കുന്നു, തുണി എടുത്തിരിക്കുന്നു, ഡ്രസ്സ് എടുത്തിരിക്കുന്നു. അർജുൻ്റെ മകന് വേണ്ടി വാങ്ങിയ ഒരു ലോറിയുടെ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്ത് ചാനൽ റേറ്റിംഗ് കൂട്ടുകയാണ്. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. ഉള്ളതാണോ സത്യമാണോ എന്ന് എനിക്കറിയില്ല. മനാഫിന് ബാക്കിയുള്ള ലോറികൾക്ക് അർജുൻ്റെ പേര് നൽകും. അർജുൻ്റെ പേരുമായി മനാഫിൻ്റെ ലോറികൾ ഇന്ത്യയുടെ തിരുവോരങ്ങളിൽ ഓടും എന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ കണ്ടു. എനിക്കിതിൻ്റെ സത്യാവസ്ഥ അറിയില്ല. എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം മനാഫിനോട് മാധ്യമങ്ങൾ കുത്തി ചോദിക്കും. മനാഫ് വിട്ടുപോകുമ്പോഴും പിടിച്ചു നിർത്തി ചോദിക്കുമ്പോഴും മനാഫ് പറയുന്നു, ഞാൻ അർജുൻ്റെ അമ്മയ്ക്ക് അർജുൻ്റെ ബന്ധുക്കൾക്ക് വാക്ക് കൊടുത്തതാണ്, അവനെ ഞാൻ അവിടേക്ക് എത്തിക്കും. നോക്കൂ, അർജുൻ്റെ വീട്ടുകാർ ഈ നമ്മുടെ നവമാധ്യമ സംസ്കാരത്തിൽ, അതായത് സോഷ്യൽ മീഡിയ ചാനലുകളെ പറ്റി അല്ല ഞാൻ പറയുന്നത്, സാറ്റലൈറ്റ് ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി ശിരൂരും അർജുനെയും ഒക്കെ വിറ്റ് കാശാക്കിയപ്പോൾ 15-ാം ദിവസവും അർജുൻ എന്തോ വിജയ് സിനിമകളിൽ വിജയ് എഴുന്നേറ്റ് വരുന്നത് പോലെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വാർത്തകൾ നൽകുമ്പോഴും ആ കുടുംബം പറഞ്ഞിരുന്നു, ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഒരു അവസാന ഉത്തരം, ഒരു മൃതദേഹാവശിഷ്ടം അല്ലെങ്കിൽ ഭൗതികാവശിഷ്ടം എന്തെങ്കിലും കിട്ടിയാൽ ആ ഒരു കാത്തിരിപ്പിന് വിരാമമാകും. ഇല്ലെങ്കിൽ എത്ര നാള് ജീവിതകാലം മുഴുവൻ മകന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭാര്യ ചാനലുകൾ റേറ്റിങ്ങിന് വേണ്ടി അർജുനെ കണ്ടെത്തി എന്നിട്ട് വളരെ ഫെയ്ഡാക്കിയിട്ട് ഒരു ക്വസ്റ്റ്യൻ മാർക്കൊക്കെ കൊടുത്തിട്ട് തമ്പൊക്കെ ഇട്ട് വീഡിയോകളൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബം വലിയ സത്യം മനസ്സിലാക്കിയിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ലോറിയുടെ ക്യാബിനിൽ നിന്നും എല്ലാവരും തലയ്ക്ക് വിവരമുള്ളവരെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു അദ്ദേഹം അതെ, ഇവിടുത്തെ മാധ്യമങ്ങൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് വരുമോ എന്ന ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയപ്പോഴും വൈകാരികത ഉണർത്തലാണ്. അതെ, അത് കാണുന്ന പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഇപ്പോഴും ചെയ്തതല്ലേ. നോക്കൂ, ഈ അർജുൻ്റെ കുടുംബം ഈ വാർത്തകൾ കാണുന്നുണ്ടാകും. അവിടെ ക്യാമറകൾ സൂം ചെയ്ത് അത് ആ നീളമുള്ളൊരു അസ്ഥി എടുത്തിരിക്കുന്നു, തുണി എടുത്തിരിക്കുന്നു, ഡ്രസ്സ് എടുത്തിരിക്കുന്നു. അർജുൻ്റെ മകന് വേണ്ടി വാങ്ങിയ ഒരു ലോറിയുടെ ഒരു കളിപ്പാട്ടം ഉണ്ടായിരുന്നു. ഇതൊക്കെ വെച്ച് മാർക്കറ്റ് ചെയ്ത് ചാനൽ റേറ്റിംഗ് കൂട്ടുകയാണ്. ഇന്ന് ഞാൻ രാവിലെ വളരെ ഒരു വിരോധാഭാസമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏഷ്യാനെറ്റ് ന്യൂസിൽ കണ്ടു. ഏഷ്യാനെറ്റ് ന്യൂസിലാണ് ഞാൻ കണ്ടത്. യൂട്യൂബ് ചാനലുകൾ അർജുൻ്റെ ഈ അപകടത്തെ വിറ്റ് പൈസയാക്കി എന്ന തരത്തിൽ ചാനലുകളെക്കുറിച്ച് അർജുൻ്റെ സഹോദരി പറയുന്നതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുകയാണ്. യൂട്യൂബ് ചാനലുകൾ മാത്രമല്ല സാറേ, ഡിജിറ്റൽ ചാനലുകൾ മാത്രമല്ല, സാറ്റലൈറ്റ് ചാനലുകൾ മുഴുവൻ അർജുനെയും മനാഫിനെയും ഒക്കെ വിറ്റ് കാശാക്കിയ ചരിത്രമാണ് ഈ കഴിഞ്ഞ ഒരു 72 ദിവസങ്ങളായി മലയാള മാധ്യമ ലോകത്ത്. വയനാട്ടിലെ ആ ദുരന്തം ഒഴിച്ചു നിർത്തിയാൽ ആ ഈ 72 ദിവസങ്ങളിലേറിയ പങ്കും ആഘോഷിക്കപ്പെട്ടു എന്ന് തന്നെ പറയണം. അതെ, അപ്പോൾ സ്വാഭാവികമായിട്ട് മനാഫ് പറയുകയാണ്, ഞാൻ ആ മാതാപിതാക്കൾക്ക് കൊടുത്ത വാക്കാണ്, അവൻ്റെ അവസാനം ഞാൻ അവനുമായി തിരിച്ചു പോകും, അവൻ എനിക്ക് സഹോദരനെ പോലെയായിരുന്നു, എനിക്കൊരു തൊഴിലാളി തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ അർജുനുമായി തിരിച്ചു ഒരു പക്ഷേ നമുക്കറിയാം തിരച്ചിൽ തുടങ്ങിയ ഘട്ടത്തിൽ, അതായത് അപകടത്തിൻ്റെ 4-ാമത്തെയോ 5-ാമത്തെയോ ദിവസം തിരച്ചിൽ സജീവമായി തുടങ്ങുമ്പോൾ മനാഫിനെയും സംഘത്തെയും റോഡിൽ തടഞ്ഞതും മനാഫിന് മർദ്ദനമേക്കേണ്ടി വന്ന കാഴ്ചകളൊക്കെ ഈ മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടു. ഒരു പക്ഷേ സ്വന്തം പണം, സ്വന്തം ധനം നഷ്ടപ്പെട്ടു നിൽക്കുന്നു, പോയത് പോയി. ഒരു ഡ്രൈവർ അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മനാഫിന് വേണമെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് താൻ ആ കഴിയുന്ന എന്തെങ്കിലും പൈസയൊക്കെ കൊടുത്തിട്ട് വീട്ടിലിരിക്കാമായിരുന്നു. പക്ഷേ അവിടെ അത് ചെയ്യാതെ കൃത്യമായി സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കാത്തിരിക്കേണ്ടിടത്ത് കാത്തിരുന്നും ചെയ്യേണ്ടിടത്ത് ഇറങ്ങി ചെയ്തുകൊണ്ടും ഈ അർജുൻ എന്ന് പറയുന്ന സഹോദരൻ്റെ മൃതശരീരം കണ്ടെത്തി അവൻ്റെ വീട്ടുകാർക്ക് എത്തിച്ച പ്രതീക്ഷ, ഇവൻ മടങ്ങി വരുമോ എന്ന പ്രതീക്ഷയില്ല, മരണപ്പെട്ടിരിക്കുന്നു എന്ന സത്യം മനസ്സിലാക്കി ആ കുടുംബത്തോടൊപ്പം നിൽക്കാൻ മനാഫ് കാണിച്ച വലിയ മനസ്സിനെ നമ്മൾ അംഗീകരിക്കേണ്ടിയിരിക്കുന്നു. ഇനിയും തുടർന്നും ഈ അർജുൻ്റെ കുടുംബത്തിന് വേണ്ട എല്ലാ സഹായവും ചെയ്തുകൊണ്ട് മനാഫിൻ്റെ പ്രസ്ഥാനം മീൻസ് അദ്ദേഹത്തിൻ്റെ ഈ തൊഴിലാളികൾ, മറ്റുള്ള തൊഴിലാളികളും എല്ലാവരും ഒപ്പമുണ്ടാകുമെന്ന് മനാഫ് അവിടെ വാക്കും കൊടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മുതലാളിക്കൊപ്പം ജോലി ചെയ്യാൻ കഴിഞ്ഞതും ഒരുപക്ഷെ അർജുനെ പോലെയുള്ള ഒരാളുടെ മുൻജന്മ സുഹൃതം കൊണ്ടൊക്കെ ആയിരിക്കുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും.